ഹല്ലേലൂയ. നമ്മൾ സന്തോഷത്തിന്റെയും പ്രകാശത്തിന്റെയും രഹസ്യങ്ങൾ കഴിഞ്ഞു. നമ്മൾ ദുഃഖത്തിന്റെ രഹസ്യത്തിലേക്ക് കടക്കുകയാണ്. ദുഃഖത്തിന്റെ രഹസ്യം, ഒന്നാം രഹസ്യം ഗത്സമേൻ തോട്ടത്തിൽ രക്തമുയർത്ത് പ്രാർത്ഥിക്കുന്ന ഈശോയാണ്. നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് ചിന്തിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഓരോ ദിവസവും ഞാൻ നിങ്ങളടുത്ത് പറയുന്നുണ്ട്, ഇത് ഓരോ വ്യക്തിക്കും വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലാണ് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്നത്. ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് മത്തായി സുവിശേഷം 26:36 തിരുവചനത്തിൽ, അനന്തരം യേശു അവരോടൊത്ത് ഗത്സമേൻ എന്ന സ്ഥലത്തെത്തി അവന്റെ ശിഷ്യന്മാരോട് പോയി. അവൻ ആരെ കൊണ്ടുപോയി എന്ന് പറയുന്നത് നമ്മൾ വേറൊരു സുവിശേഷ ഭാഗത്തിൽ നമ്മൾ ചിന്തിച്ച് പറഞ്ഞു. പ്രത്യേകിച്ച് രൂപാന്തരീകരണം നടക്കുമ്പോൾ അത് 3 പേരെ കൊണ്ടുപോയി. ആരൊക്കെയാ? യാക്കോബ്, യോഹന്നാന്, പത്രോസിന്. 12 ശിഷ്യന്മാരെ നിന്ന് 3 പേരെ തെരഞ്ഞെടുത്തുകൊണ്ട് താബോർ മലയിൽ വെച്ച് ആ രൂപാന്തരീകരണം, സ്വർഗീയ രഹസ്യങ്ങൾ കാണിക്കാൻ കൊണ്ടുപോയി. ഇതുപോലെ ഗത്സമേൻ ഇതിൽ പ്രാർത്ഥിക്കാനായി പോവുകയാണ്. ഗവസൊക്കെ ആചരിച്ചതിന് ശേഷം ഗത്സമേൻ തോട്ടത്തില് പ്രാർത്ഥിക്കാനായി, വിശുദ്ധ കുർബാനയൊക്കെ സ്ഥാപിച്ച് ഗത്സമേൻ തോട്ടത്തില് പ്രാർത്ഥിക്കാനായി കടന്നു പോവുകയാണ്. ആ പ്രാർത്ഥിക്കാനായി കടന്നു പോകുമ്പോൾ നിങ്ങൾ ഇരുന്ന് പ്രാർത്ഥിച്ചോ, ഞാനിന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് കർത്താവ് ഇരുന്ന് പ്രാർത്ഥിച്ച് തീവ്ര ദുഃഖത്താൽ കർത്താവ് വേദനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് തിരിച്ചു വരുന്ന സമയം നോക്കി കഴിഞ്ഞപ്പോൾ 3 പേരും നല്ല ഉറക്കത്തില. അമ്മേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാ? പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട യാക്കോബും യോഹന്നാനും പത്രോസും ആ കോർ ഗ്രൂപ്പ് അംഗം 3 പേരും നല്ലൊരു ഉറക്കത്തിലാണ് അല്ലേ. 12 അപ്പോസ്തലന്മാരെ പ്രത്യേകമായി തിരഞ്ഞെടുത്ത ഈ 3 പേര്, അതിൽ എനിക്ക് ഏറ്റവും സ്ട്രൈക്ക് ചെയ്തുള്ള ഭാഗം എന്താണെന്നറിയാമോ? അതിൽ പറയുന്നുണ്ട്, അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് കമിഴ്ന്നു വീണ് പ്രാർത്ഥിച്ചു, എൻ്റെ പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോട്ടെ. എല്ലാം കഴിഞ്ഞ് അനന്തരം അവൻ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ടു. അവൻ പത്രോസിനോട് ചോദിച്ചു, എന്നോടുകൂടെ 1 മണിക്കൂർ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലേ? അമ്മേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ ഏറ്റവും സ്ട്രൈക്ക് ചെയ്തൊരു ഭാഗം എന്താ വെച്ചെങ്കില്, ഈ 3 പേരെയും തെരഞ്ഞെടുത്ത് കൊണ്ടുവന്ന് 3 പേരും അപ്പുറത്ത് ഇരുത്തി കർത്താവ് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഉറങ്ങുന്നത് കണ്ടപ്പോൾ പത്രോസേ, യാക്കോബ് യോഹന്നാൻ എന്നല്ല വിളിച്ചത്, പത്രോസ് എന്നാ വിളിച്ചത്. അമ്മേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. കർത്താവിന്റെ വിളി എന്താന്ന് നമുക്ക് വ്യക്തമായി തിരഞ്ഞെടുക്കണം. ഓരോ ഘട്ടത്തിലും കർത്താവ് ഓരോ വ്യക്തികളും വ്യത്യസ്ത രൂപത്തിലാണ് കർത്താവ് വിളിക്കുന്നത് ഇല്ലേ. 3 പേരെന്നാ പറഞ്ഞത്? കർത്താവിനെ പറഞ്ഞത് അവനോട് ചോദിച്ചു. അവിടെ അവൻ പത്രോസിനോട് ചോദിച്ചു, എന്നോട് കൂടെ 1 മണിക്കൂർ ഉണർന്നിരിക്കാൻ നമുക്ക് കഴിയില്ല എന്ന്. അമ്മേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാ പറഞ്ഞത്? പ്രലോഭനങ്ങൾക്ക് തൊട്ട വചനം പറയുന്നത്, പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് പറയുന്നതാണ്. കർത്താവ് പ്രത്യേകമായി നമ്മളെ ഓരോ വ്യക്തികളും വിളിക്കുകയാണ്, സെപ്പറേറ്റ് വിളിക്കുകയാണ്. യാക്കോബ്, യോഹന്നാനെ, പത്രോസെ, നീ ഇനി വാടാ, നമുക്ക് സെപ്പറേറ്റ് ഇരുന്ന് പ്രാർത്ഥിക്കാം. കുറച്ച് കഴിഞ്ഞ് കർത്താവ് പറഞ്ഞു, ഞാൻ മാറി നിന്ന് പ്രാർത്ഥിക്കാം, നിങ്ങൾ ഇപ്പോൾ ഇരുന്ന് പ്രാർത്ഥിച്ചോളൂ, എനിക്ക് ശക്തി ലഭിക്കാൻ വേണ്ടി നിങ്ങൾ കോർ ഗ്രൂപ്പായി കൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കോളൂ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്ത് തിരിച്ചു വരുന്ന സമയത്ത് 3 പേര് ഉറങ്ങുക. കർത്താവ് എന്ന് പറയുന്നു, 3 പേരിലേക്കാണ് നോക്കുന്നത്, പത്രോസിലേക്കാണ് കർത്താവ് നോക്കുന്നത്. കാരണം കർത്താവിന് അറിയാവുന്നു, ഈ പത്രോസിനെ സഭയുടെ ഒരു തലവനാക്കി മാറ്റാൻ വിളിക്കപ്പെടാൻ പ്രത്യേകമായി തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. അതുകൊണ്ട് പത്രോസ് ശക്തമായി, മറ്റുള്ളവരെ പോലെയല്ല, പത്രോസ് അത് പ്രത്യേകമായി നല്ല രീതിയിൽ പ്രാർത്ഥിക്കണം. എൻ്റെ ദൈവമക്കളെ, എന്നെയും നിങ്ങളൊക്കെ വിളിക്കുമ്പോൾ അവൻ പ്രാർത്ഥിക്കുന്നു, അവൾ പ്രാർത്ഥിക്കുന്നു, അച്ഛൻ പ്രാർത്ഥിക്കുന്ന പോലെയല്ല. എന്നെ ദൈവം വിളിച്ചത് വ്യത്യസ്ത രൂപത്തിലാണ്. അപ്പൊ ഞാൻ ഏത് സമയത്താണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത്, ഏത് രാത്രിയുടെ യാമത്തിലാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത്, അത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കിയെടുക്കണം. അല്ലാതെ ഒക്കെ മറ്റുള്ളവരെ ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്ന പോലെയല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്. കർത്താവ് എന്നെ പഠിപ്പിക്കുന്നത്, കർത്താവ് ഏത് സമയത്താണ് ഞാൻ പുലർച്ചെ 3 മണിക്ക് എഴുന്നേൽക്കണോ, അല്ലെങ്കിൽ ഉച്ചരിഞ്ഞ് 3 മണിക്കാണോ ഞാൻ പ്രാർത്ഥിക്കേണ്ടത്, അല്ലെങ്കിൽ എല്ലാവരും കരണമെന്ന് 3 മണി ഞാനും കരണമെന്ന് ഒക്കെ എല്ലാവരും ചെല്ലിക്കുമെന്നോ. പക്ഷെ വ്യത്യസ്തമായി നിനക്ക് കിട്ടിയ വിളി അനുസരിച്ച് ദൈവത്തോട് ചേർന്നിരിക്കാൻ ദൈവം വിളിക്കപ്പെടുമ്പോൾ അവിടെ ഇരുന്ന് ഉറങ്ങുകയല്ല നമ്മൾ വേണ്ടത്, കുറച്ച് ഉണർന്നിരിക്കണം. ഉറങ്ങിപ്പോയാണെന്നറിയോ പ്രലോഭനങ്ങൾ. പത്രോസിനുണ്ടായ പ്രലോഭനം എന്നാ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. അവിടെ പത്രോസ്, പിന്നെ അടുത്ത് യൂദാസ് ഒറ്റ കൊടുക്കാൻ കടന്നു വരുന്നു, അങ്ങനെ പിടിച്ചു കൊണ്ടുപോകുന്നു. പത്രോസ് വാളക്കെടുത്ത് വെട്ടുന്നുണ്ടെങ്കിലും അതേ പത്രോസാണ് പിന്നീട് 3 പ്രാവശ്യം തള്ളി പറയുന്നത്. അമ്മേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് പത്രോസ് സെപ്പറേറ്റ് വിളിച്ച് പറഞ്ഞു, പത്രോസേ,
നീ ഉണർന്നിന്ന് പ്രാർത്ഥിക്കണം, മറ്റുള്ളവർ നീ ഉണർന്നിന്ന് പ്രാർത്ഥിക്കണം. അപ്പം നമ്മൾ ഇങ്ങനെ ആ സമയത്ത് നിന്ന് ഉറങ്ങി പോവുക. പ്രലോഭനങ്ങൾ അകപ്പെടാതിരിക്കാൻ നീ 1 മണിക്കൂറിലും അല്ലെങ്കിൽ കുറച്ച് സമയങ്ങളിൽ നീ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേ. ഇല്ലേ, പത്രോസ് വീണ്ടും പശ്ചാത്തപിച്ചും തള്ളി പറഞ്ഞ ശേഷം വീണ്ടും തിരിച്ചൊക്കെ വരുന്നുണ്ട്. ഞാൻ പറയാൻ പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷം 21 വായിക്കുമ്പോൾ അതേ പത്രോസ് തന്നെയാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് എന്നറിഞ്ഞ പത്രോസ് തന്നെ വീണ്ടും തിബിരിയസ് തീരത്ത് പോയി മീൻ പിടിക്കാനായി പോകുന്നത്. പത്രോസേ, വല ഉപേക്ഷിക്കുക, നിന്നെ മനുഷ്യനെ പിടിക്കുന്നതാക്കി മാറ്റാമെന്ന് പറഞ്ഞാൽ അതേ പത്രോസിനെ വീണ്ടും മറ്റുള്ളവരെ കൂട്ടി മീൻ പിടിക്കാൻ പോകുന്നത്, പ്രലോഭനത്തിലകപ്പെടുന്നത്, സഭയുടെ എന്താ പറയുക ഒരു നേതാവാക്കാൻ കർത്താവ് അല്ലെങ്കിൽ സഭയുടെ ആദ്യത്തെ മറപ്പാപ്പയാക്കാൻ വിളിക്കപ്പെടുന്നു. എൻ്റെ ദൈവങ്ങളെ, ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയെടുക്കണം. എൻ്റെയും നിൻ്റെയും നിങ്ങളുടെയൊക്കെ വിളി എന്താണെന്ന് വ്യക്തമാക്കി മനസ്സിലാക്കിയിടണം. അതിനനുസരിച്ചാണ് ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുന്നത്. കർത്താവ് അതിനുള്ള അഭിഷേകം എനിക്കും നിങ്ങൾക്കും തരുന്നത്, പ്രാർത്ഥനയും കൃപയുടെ അഭിഷേകം നമുക്ക് തരുന്നത്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.